നമസ്കാരം. ഒരു വർഷത്തിനിടെ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ സമിതിയിലെ 20 അംഗങ്ങളിൽ 11 പേരെയും ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോഴത്തെ വടക്കൻ ഗസയിൽ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ ഹമാസ് വക്താവ് അബ്ദുൾ ലത്തീഫ് അൽ ഖനൌ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ജബാലിയയിൽ ഹനൌവിന്റെ ടെന്റിനു നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഗസ സിറ്റിയിൽ മറ്റൊരു ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഹമാസിന്റെ മുതിർന്ന നേതാക്കളായ 2 പേരും കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ഹമാസിനെതിരെ ഓരോ ദിവസവും തകർത്തടിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ കാലപ്പുരയിലെത്തി എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഹമാസിന്റെ ഒരു നേതാവ് പോലും അവശേഷിക്കില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് പ്രതിഷേധവുമായി ഫലസ്തീൻ ജനത ഗസയിൽ രംഗത്തെത്തിയിരിക്കുന്നതും അതും ഹമാസിനെതിരെ. ഇതും ഹമാസ് അധികാരികളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘർഷങ്ങൾക്ക് കാരണം, അതായത് ഗസയിൽ ഇപ്പോൾ തുടരുന്ന ഈ ഒരു സംഘർഷങ്ങൾക്കൊക്കെ കാരണം ഹമാസിന്റെ പിടിപ്പുകേടാണെന്ന് വിമർശിച്ചുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിച്ചിരിക്കുന്നത്. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതിനു ശേഷം ഇസ്രായേലുമായി ഹമാസ് ധാരണയിലെത്താതിരുന്നതിനാൽ വീണ്ടും യുദ്ധം ആരംഭിച്ചിരുന്നു. ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് നിരാകരിച്ചതോടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ ആവുകയായിരുന്നു. എന്തായാലും വീണ്ടും യുദ്ധത്തിന് തിരികൊളുത്തിയ ഹമാസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഫലസ്തീനിലെ ജനങ്ങൾ തെരുവിലിറങ്ങുകയായിരുന്നു. ഗസയിലെ വടക്കൻ മേഖലകളിലാണ് ജനങ്ങൾ പ്രതിഷേധ ജ്വാല തീർത്തത്. 17 മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിക്കണമെന്ന് ഹമാസിനോട് ജനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹമാസ് കമാൻഡറെ ആക്രമിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന ഗസയിലെ നാസർ ആശുപത്രി വളപ്പിൽ വെച്ചാണ് ആക്രമിച്ചതെന്ന് പ്രതിരോധ സേന പറയുകയും ചെയ്തു. ഗസയിലെ നാസർ ആശുപത്രി വളപ്പിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാന ഹമാസ് ഭീകരനെ ഞങ്ങൾ ആക്രമിച്ചു. ചുറ്റുപാടുമുള്ള പരിസ്ഥിതിക്ക് പരമാവധി ദോഷം വരുത്താതിരിക്കാൻ കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് IDF Xൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഹമാസ് കാരണമാണ് തങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്ന് തന്നെയാണ് ഫലസ്തീൻ ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് തീർത്തും ഹമാസിന് നാണക്കേടാണ്. കാരണം സാധാരണ ജനങ്ങളെ പോലും ബന്ദികളാക്കി വെച്ചും അത് തങ്ങളുടെ ഒരു ആയുധമാണെന്ന് കരുതിയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ ഹമാസ് പട നയിച്ചത്. ഗസയിലെ പ്രധാന വീടുകളിലും അതുപോലെ തന്നെ ആശുപത്രികളിലൊക്കെ തന്നെ ഹമാസ് ഭീകരർ ഒളിച്ചു കഴിയുന്നത് ഇത്തരത്തിൽ സാധാരണ ജനങ്ങളുടെ ഒരു മറ പിടിച്ചു തന്നെയായിരുന്നു. ഇതൊക്കെ അവർ കൊല്ലപ്പെടുന്നതിനും കാരണമായി തീർന്നപ്പോഴാണ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഫലസ്തീൻ ജനത ഹമാസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും മറ്റൊരു വാർത്തയും പുറത്തു വരുന്നത്. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ഫലസ്തീൻ ഭീകര സംഘടന ഹമാസിനെ അനുകൂലിച്ച് തെരുവു നാടകവും ഇസ്രായേൽ പതാക കത്തിക്കലും നടത്തിയിരുന്നു. ഫ്രണ്ട്സ് ഓഫ് ഫലസ്തീൻ സംഘടനാ ബാനറിലായിരുന്നു ഇവ. തെരുവു നാടകക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും വിട്ടയച്ചു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു 4 യുവതികളടക്കമുള്ള 10 അംഗ സംഘം ആസാദി തെരുവു നാടകം അവതരിപ്പിച്ചത്. ഫലസ്തീൻ പതാകയേന്തി ഹമാസ് അനുകൂലവും ഇസ്രായേൽ വിരുദ്ധവുമായ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തി. മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണ് പിന്നിലെന്നും അവരുടെ തിരിച്ചറിയൽ കാർഡിലെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വിട്ടയച്ചതായും ഫോർട്ട് കൊച്ചി പോലീസ് പറഞ്ഞു. വിദേശ സഞ്ചാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ നാടകം അവതരിപ്പിച്ചുവെന്നാണ് സംഘത്തിന്റെ വിശദീകരണം. ഇസ്രായേലി വിനോദസഞ്ചാരികളടക്കം 10,000ങ്ങളാണ് ടൂറിസം കാലത്ത് കൊച്ചിയിലെത്തുക. കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചിയിൽ ഫലസ്തീൻ അനുകൂല പോസ്റ്ററും ബോർഡും ഇസ്രായേൽ സ്വദേശിനി കീറിയതും പ്രതിഷേധിച്ചതും വലിയ വാർത്തയായി മാറിയിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ പതാക കത്തിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന പ്രധാന വിഷയമാണ്. എന്തായാലും ഇവരെക്കുറിച്ചെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്.